അമ്മേ, ഇന്നാണെങ്കിൽ എന്റെ കൂട്ടുകാരൻ രാജു ആണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരും എന്ന് പറഞ്ഞ് അവനെങ്കിൽ ഹോംവർക്ക് ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്യാൻ അറിയാൻ വയ്യ. അപ്പൊ എന്റെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? ആ പുലി ഇറങ്ങി നമ്മുടെ വീടിന്റെ പരിസരത്ത് നടക്കില്ലയോ? അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പോകും? എന്റെ ദൈവമേ, പുലി ഇറങ്ങിക്കൊല്ലയോ? നീ പെട്ടെന്ന് അവനോട് ഫോൺ ചെയ്ത് പറ പിന്നെ വരണ്ടാന്ന്. അമ്മ, ഞാൻ എപ്പോ തൊട്ട് വിളിച്ചു നോക്കുന്നറിയോ? എന്നിട്ട് അതിന് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. എന്നാ പിന്നെ അവൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യുമല്ലോ. ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവനെ കോൺടാക്ട് ചെയ്യാനേ? ആ ചെല്ലു മോനെ. മോനെ രാജു, നീ ഹോംവർക്ക് ചെയ്യുന്നില്ലേ? അയ്യോ അമ്മ, ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അമ്മ, ഞാനത് ചെയ്യാൻ നോക്കി, എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനാണെങ്കിലേ പിന്നെ അപ്പുവിന്റെ വീട്ടിൽ പോയി നോക്കട്ടെ, അവനാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പുവിന്റെ വീട്ടിൽ പോണോ? എന്നാ പോയിട്ട് വാ. എന്തായാലും നാളെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കാണിക്കണ്ടല്ലേ, സ്കൂളിൽ പോകണ്ടതല്ലേ. എന്നാ ഓടിപ്പോയിട്ട് അവന്റെ വീട്ടിൽ. ഒന്നാമത് കറണ്ട് പോയിട്ട് എത്ര നേരമായി ഇവിടെ. രാവിലെ കറണ്ട് പോയതല്ലേ അമ്മേ, ഇതുവരെ വന്നില്ലല്ലോ. മോനെ KCB ഒന്ന് വിളിച്ചു നോക്കി. KCB വിളിക്കാൻ വേണ്ടിട്ട് എന്റെ ഫോണിനകത്ത് ഒരു ചാർജ് വേണ്ടേ? ഫോൺ എനിക്ക് സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുക, ചാർജ് ഇല്ലായിരുന്നു. ഞാനെന്തായാലും അപ്പുവിന്റെ വീട്ടിൽ പോവാ. അയ്യോ, അടുക്കളയിൽ എന്ത് സൗണ്ട് കേട്ടല്ലോ അമ്മേ. പൂച്ച വല്ലതും കയറിയതാണോ? ആ കണ്ടം പൂച്ചയെ കൊണ്ട് ഭയങ്കര ശല്യവാ. ഞാൻ പോയി നോക്കട്ടെ. ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിച്ച് കാണുമായിരിക്കാം പൂച്ച. അയ്യോ മോനെ, ഓടിയോ മോനെ. എന്ത് പറ്റി അമ്മേ? മോനെ ഇങ്ങോട്ട് ഓടുക മോനെ. എന്താ പ്രശ്നം? എന്താ അമ്മ, എന്താ പ്രശ്നം? മോനെ നീ ആ ജനൽ വഴി പുറത്തോട്ട് നോക്കിക്കേ. എന്താ അവിടെ? മോനെ കണ്ടം പൂച്ചയാന്ന്. എന്ത് എനിക്കറിയാമേ, വലിയ പൂച്ചയുടെ സൈസ് പുലിയാന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അമ്മ എന്തോ അമ്മേ പറയുന്നത്? പുലിയോ? ഇവിടെ അങ്ങനെ പുലി വരാനാ? അയ്യോ അമ്മേ, പുലി തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. പുലി കണ്ട ഗർജിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ പുലിയാണെന്ന്. അപ്പൊ നമ്മളിപ്പോ സൗണ്ട് കേട്ട എന്തുവായിരുന്നു? ഈ ജനൽ ചില്ലയിലെ ഗ്ലാസ് പൊട്ടിയതെന്ന് കേട്ടത്. ആ മോനെ, ഇങ്ങോട്ടത് പുലി ഇങ്ങോട്ട് കയറാൻ നോക്കിയാന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ജനൽ ചില്ലയിലെ ഗ്ലാസ് മൊത്തം പൊട്ടിച്ചേക്കുന്നത്. അയ്യോ അമ്മ, അച്ഛനും ഇവിടെ ഇല്ല. ഇത് ആരെങ്കിലും ഫോൺ ചെയ്ത് പറയാൻ വേണ്ടിട്ട് പിന്നെ ഫോണിനകത്ത് ചാർജ് ഇല്ലാതെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കും വന്നല്ലോ. രാവിലെ കറണ്ട് പോയതല്ലയോ? ഓ മോനിപ്പോ സൗണ്ട് കേട്ടില്ലായിരുന്നു. ഇപ്പൊ മോൻ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നല്ലോ. ശരിയമ്മേ, ഈ പുലി ഇപ്പൊ ഗ്ലാസ് പൊട്ടിച്ചത് നല്ല കാര്യമായി. അല്ലെങ്കിൽ ഞാനിപ്പോ രാജുവിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാനെ ആ പുലി എന്നെ പിടിച്ച് തിന്നേനെ. ഇപ്പൊ മോനെ, ആ പുലി എന്തോ ചെയ്യുന്നത് നമുക്ക് കണ്ടാ ജനൽ വഴി നോക്കാം. അകത്ത് പോവാം വാ. അയ്യോ മോനെ, ദേ ഇവിടെ നിന്ന് നല്ലപോലെ കാണാൻ വാ. പുലിയെ കാണാൻ നല്ല വൃത്തിക്ക്. എവിടെയമ്മേ? അയ്യോ ശരിയാ, പുലി എന്തോ അവിടെ ഏതാണ്ടെന്ന് തിന്നുന്നു. അതെന്തോ അവിടെ ഉണ്ട്? എലിയോ? ഏതാണ്ടൊക്കെ പിടിച്ച് തിന്നുവല്ലോ പുലി. അമ്മ, ഇപ്പൊ പുലി ഇതേ അവിടെ റെസ്റ്റ് എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പുലി വിശന്നാന്ന് എനിക്ക് തോന്നുന്നത്. അതുവഴി ആരെങ്കിലും വന്നുള്ള അവസ്ഥയെ. അത് ശരിയാ. നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പം. പക്ഷെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുവോ. അല്ലെങ്കിൽ നമുക്കിപ്പം പിന്നെ പോലീസിനെ വിളിച്ച് പറയായിരുന്നു. പുറത്തോട്ടിറങ്ങാൻ പറ്റുമോ? അതും ഇല്ല. വീടിനകത്ത് കണ്ട മൊബൈൽ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മള്? അയ്യോ, നാണുചേട്ടൻ്റെ വാഴത്തോട്ടം ഇല്ലേ അത്? അയ്യോ, ആ ചേട്ടനാണെങ്കിലേ ഉച്ചയ്ക്ക് ഇപ്പോൾ ഉണ്ണാൻ പോയേക്കുവാ. ആ ഉച്ച കഴിഞ്ഞ് മിക്കവാറും ആ വാഴത്തോട്ടത്തിലേ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് വരുന്ന മട്ടുണ്ട്. വഴിയെല്ലാം ഇങ്ങനെ പുല്ലായി കഴിഞ്ഞ പിന്നെ എങ്ങനെ നടന്നു പോകും ഇതുവഴി? മീൻകറി ഉള്ളോണ്ട് ഉച്ചക്കത്തെ ചോറ് എന്തായാലും സൂപ്പർ ആയിരുന്നു. എന്തോ നാണുചേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? നീലേ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഓ, ഞാൻ രാവിലെ പാടത്ത് പണിക്കിറങ്ങിയതാ നാണുചേട്ടാ. വാഴയ്ക്ക് കിളയ്ക്കാനുണ്ടായിരുന്നു. ഞാനങ്ങനെ രാവിലെ പോയി കുറെ ജോലിയൊക്കെ ഒതുക്കി. പിന്നെ ഇപ്പൊ ഊണ് കഴിച്ചിട്ട് വരുവാ. നീ കഴിക്കാൻ പോയി ലീലേ? ഇവിടെ കുറെ കളയൊക്കെ നിൽപ്പുണ്ട്, അതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പോവാം. എന്നാ ശരി, ഞാനങ്ങോട്ട് നടക്കട്ടെ. വൈകിട്ടേ TV വാങ്ങിക്കാൻ പോകണം. പിന്നെ മൊബൈലും ഇല്ലല്ലോ. എത്ര വർഷമായി TVക്ക് മൊബൈലിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ പിന്നെ ഓണം ഇല്ലയോ? ഓണത്തിന് ഓഫർ ഉണ്ടെന്ന് കേട്ട്. അങ്ങനെ TVയും പിന്നെ മൊബൈലും കൂടെ വാങ്ങിക്കാൻ പോവാ ഞങ്ങള്. ആ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ എനിക്ക് ഒരു പച്ച കാ വേണമായിരുന്നു. അവിടെ ഏത്തപ്പഴം കാണുമോ? ഏത്തക്ക കാണുമോ പിന്നെ വാഴത്തോട്ടത്തില്? ഏത്തക്കയുണ്ട്, ഏത്തപ്പഴം ഉണ്ട്, എല്ലാം ഉണ്ട്. പഴുത്തതും ഉണ്ട്, പച്ചയുണ്ട്, എല്ലാം ഉണ്ട്. ഏത് വേണം? ഒരു കൊലയ്ക്ക് എത്ര രൂപയാകും? അത് ഓരോ കൊലയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഞാൻ പറയാം. വാ. കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കീടനാശിനി അടിച്ചതൊക്കെ ആയിരിക്കും. ചേട്ടന്റെ തോട്ടത്തിലാകുമ്പോൾ പിന്നെ ഇപ്പൊ വിശ്വസിച്ച് വാങ്ങിക്കാമല്ലോ. വില ഇച്ചിരി കുറച്ച് തന്നെ നാണുചേട്ടാ. വിലയൊക്കെ കുറച്ച് തരാം, നിനക്കല്ലേ രീതിയിലേ. വാ നാണുചേട്ടാ, ഈ കൊല കൊള്ളാൻ തോന്നല്ലോ. ആ കൊല ഇച്ചിരി വലിപ്പമുള്ള, അതുകൊണ്ട് പൈസ ഇച്ചിരി കൂടും കേട്ടോ. അത് കുഴപ്പമില്ല, നല്ല കൊലയത്. അതെന്തോ സൗണ്ട് കേട്ടത്? പുലിയുടെ സൗണ്ട് പോലെ. അത് ശരിയാന്നല്ലോ, പുലിയുടെ സൗണ്ട് പോലെ ഞാനും കേട്ടല്ലോ. ഓ, തോന്നിയതായിരിക്കും. വാ നാണുചേട്ടൻ, ഈ കൊല മുറിച്ചതാ. അയ്യോ നാണുചേട്ടാ, പുലി! ഓടിക്കോ പുലി! എവിടെ പുലി? അയ്യോ, പുലി ദേ വരുന്നു. അയ്യോ ഓടിക്കോ, രക്ഷപ്പെട്ടോ. അയ്യോ, ഈ പുലിയും കൊണ്ട് തോറ്റല്ലേ, നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഓ, ഇവിടെ ഈ കമ്പ് കൊള്ളോണ്ട് നമുക്ക് എന്തായാലും കയറി രക്ഷപ്പെടാൻ പറ്റി. ഈ പുലിക്ക് ഇനി മരത്തിലെങ്ങാനും കയറാൻ അറിയാവോ എന്തോ? മരത്തിലോ? എന്നാ പിന്നെ നമ്മുടെ കാര്യം പോക്ക. അയ്യോ, ദേ അങ്ങോട്ടങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ലീല ശ്രദ്ധിച്ചിരുന്നോ? അയ്യോ നാണുചേട്ടാ, അതേ ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കുന്നത്. ലീല കയറിയ കവുങ്ങ് ചെറുതായിപ്പോ കേട്ടോ, അതാ. അയ്യോ അയ്യോ, രക്ഷിക്കോ.